വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് കൂന്തൽ നിറച്ചതാണ്. ഇപ്പം ട്രെൻഡിങ് ആയതായി കൂന്തൽ നിറച്ച് പൊരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ അതിനുള്ള സാധനങ്ങൾ കൂന്തലുണ്ട്, അരിപ്പൊടിയുണ്ട്, ഉള്ളിയുണ്ട്, ഇതിൻ്റെ കൂന്തൽ ജ്യൂസ്, ഇതിൻ്റെ തലയൊക്കെ നമ്മൾ ചെറുതായിട്ട് ഇവിടെ കട്ട് ചെയ്ത് വെച്ചതായത്. പിന്നെ തേങ്ങ വേണം, എണ്ണ വേണം. അപ്പൊ നമുക്ക് കത്തിക്കാം. ഓയിൽ ഒഴിക്കാം. ചൂടാക്കി വേഗം കിട്ടാൻ ചൂടായി കഴിഞ്ഞിട്ട് ഉള്ളി അങ്ങോട്ട് എണ്ണ ചൂടായില്ല. ചൂടാകും. ഇപ്പൊ പച്ചമുളക് ഇട്ടോട്ടാം, ഇഞ്ചി വെളുത്തുള്ളി ഇട്ടോട്ട് നല്ല വഴന്ന് വരട്ടെ. ഇത്തിരി ഉപ്പും ഇട്ടുകൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളി നല്ലോണം വാടി, ഉള്ളി വാടി പിന്നെ കുറച്ച് സാധനങ്ങൾ ഉള്ളി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് നമുക്ക് ഈ കൂടുതല് പല ഫ്രൈ പല പിന്നെ കുറച്ച് മുളക് പൊടി, ഒരു സ്പൂൺ മുളക് പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞപ്പൊടി, എല്ലാം കൂടി എന്നാലും കുഴപ്പമില്ല. ഒന്നിൽ നമുക്ക് അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം. ഇതിൻ്റെ അപ്പം കിട്ടും. അതന്നെ ഒന്ന് വെന്ത് കേട്ടത് നമുക്കിത് മൂടി കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടതിന് ശേഷം ഇപ്പൊ നമ്മളെ കൂന്തലിന്റെ ഇതും പിന്നെ ഉള്ളിയും എല്ലാം കൂടി നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് തേങ്ങ ഇടാം. ചപ്പോട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല റെഡിയായി. ഇതിന് നമുക്ക് അരിയിലേക്ക് ഇട്ട് നല്ലോണം കുഴച്ച് കൂന്തലിൻ്റെ ഉള്ളിലേക്ക് നിറച്ചിടാം.
കൂന്ത നടക്കാനുള്ള അരിപ്പൊടി ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് തിരുപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇതാ ഞാൻ ഉണ്ടാക്കിയ ഈ അരിയിലേക്ക് ഇട്ട് നമുക്ക് നല്ലോണം കുഴച്ച് കൊടുക്കാം. ഇട്ട് മിക്സായി കൊടുക്കാം. ഇത്തിരി വെള്ളം ഒഴിച്ച് വെക്കാം. ചൂടുള്ളതുകൊണ്ട് ഈ സ്പൂണിട്ട് എന്താ മയോണീസ് ഉണ്ട്. നമ്മളെ കൂന്തയിലേക്ക് നടക്കാനുള്ള ഇതാ ഫില്ലിങ്. അരിയും മസാലയും കൂടിയിട്ട് ഞാൻ നന്നായിട്ട് കുഴച്ച് വെച്ചതായത്. എല്ലാം കൂടിയിട്ട് അരിയുണ്ട്, ഉള്ളിയുണ്ട്, പഞ്ചസാര എല്ലാം കൂടിയിട്ട് നല്ലോണം കുഴച്ച് വെച്ചത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിപ്പോൾ കൂന്തലിനെ ഇതിലേക്ക് നിറച്ചെടുക്കാം. കൂന്തൽ കഴുകി നല്ല വൃത്തിയാക്കി വെച്ചത്. ഇപ്പോൾ കുറച്ചതിൻ്റെ ഉള്ളിലിട്ട് നിറയെ ഫുള്ള് ടൈറ്റായിട്ട് നിറച്ചിക്കരുത്, നിങ്ങൾക്ക് കൂന്തൽ പൊട്ടിപ്പോകും. അപ്പം നമുക്ക് കുറച്ച് നിറച്ചെടുക്കാം. അറിയോ നടക്കുന്നത്? ഇതുപോലെ ഇതേപോലത്തെ ടൂപ്പിക്ക് വാങ്ങിയിട്ട് അല്ലെങ്കിൽ സാധാ കൊള്ളി ആയാലും സാരമില്ല. ഇപ്പൊ പുറത്തേക്ക് വരുന്നതിന് നമ്മളിങ്ങനെ കുത്തി വെച്ചോണ്ട് ഇതേപോലെ നിറയ്ക്കാം. നല്ല അങ്ങോട്ട് ഫുള്ളും ആക്കാം. നോക്കണ്ടേ? കുറച്ച് മതി, പൊട്ടിപ്പോവും. കറിയിലൊക്കെ നടക്കണ്ട. ഞാൻ നിറച്ചു മോനവിടെ വെച്ച്. അപ്പോൾ ഇത് ഇതിൻ്റെ വൃത്തി ഉണ്ടാക്കി വൃത്തിയില്ല. അധികം നോക്കണ്ട. അത് കൊള്ളിട്ട് ശരിയാണ്. ഇതേപോലെ തന്നെ നമുക്ക് കുത്തി ഇതുപോലെയല്ലേ നമുക്ക് നിറച്ചെടുക്കാം. അപ്പൊ ഇതേപോലെ ഞാൻ ചെമ്പ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഈ അപ്പച്ചെമ്പിലേക്ക് നമുക്ക് ഇത് പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് വെക്കാം. അവർക്കെന്നെ പറയും അങ്ങനത്തെ വരാം. അത് അടച്ച് വെച്ച് കഴിക്കാം. ഇപ്പം നമ്മളെ കൂന്തലുള്ള നല്ല വെന്ത് വന്നിട്ടുണ്ട്. നിറച്ച കൂന്തൽ. ഇനി നമുക്ക് ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഇതിന് പൊരിച്ചെടുക്കണം. ഒരു പാന് അടുപ്പിൽ വെക്കാം. ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. കൊടുത്ത് ഒരു സ്പൂൺ ഇത് പൊരിക്കാനുള്ള സ്പൂൺ മുളക് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം ഒഴിക്കണം. വെള്ളം എടുക്കണ്ടേ? ഇപ്പം വെള്ളം ഒഴിച്ച്
ഒന്ന് കലക്കി കൊടുക്കാം. ഇപ്പോൾ കൂന്ത ഇതിലിട്ട് ഓരോന്നോരോന്നായിട്ട് നോക്കാം. എല്ലാ കൂന്തക്കും ഇതേപോലെ നമ്മൾ പൊരിച്ച് ഇനി ഇതിലേക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് പൊട്ടിച്ചെടുത്ത് നോക്കാം. കൂന്ത എണ്ണയിൽ നിന്ന് പൊട്ടു, എണ്ണയിൽ ഒരു പൊട്ടു ഇട്ടു. അപ്പോൾ അത് പൊരിഞ്ഞ് വരട്ടെ. നമ്മളെ കൂന്ത പൊരിച്ചത് റെഡിയായി. കൂന്ത നിറച്ച് പൊരിച്ചത് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ കൂന്ത പൊരിച്ചത് ഇവിടെ റെഡിയായി. കൂന്തൽ പൊരിച്ചതല്ല നിറച്ചത്. കൂന്തൽ നിറച്ച് പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്യാം. അതുപോലെ തന്നെ അപ്പോൾ ഇത് അടുത്ത വീഡിയോ വരുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ബൈ.